Good morning, children. Have you learned the previous class? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ എന്ന പോയവും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ലെറ്റർ ടു ഗോഡ് എന്ന സ്റ്റോറിയിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ ഗോ ടു ആക്ടിവിറ്റി 1. നമുക്ക് നോക്കാം എന്താണ് ആക്ടിവിറ്റി 1 എന്ന്. ഇൻ ലഞ്ചോ സ്റ്റോറി there are many expressions which appeal to our senses of sight, hearing, smell, ടേസ്റ്റ് ആൻഡ് ടച്ച്. അതായത് ലഞ്ചോയുടെ സ്റ്റോറി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ സ്റ്റോറിയിൽ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ടു അവർ സെൻസസ്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് എക്സ്പ്രഷൻസ്. ഏതൊക്കെയാണ്? സെൻസസ് ഓഫ് സൈറ്റ് അല്ലെ, നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹിയറിംഗ്, നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സ്മെൽ, നമുക്ക് അനുഭവപ്പെടുന്നത്, മണത്തറിയുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രുചിച്ചറിയുന്നത്. ആൻഡ് ടച്ച്, നമ്മൾ തൊടുമ്പോൾ അല്ലെ നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് ഏത് സ്റ്റോറിയിലുണ്ട്? ലഞ്ചോയുടെ സ്റ്റോറിയിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ അപ്പീൽസ് ടു സെൻസ് ഓഫ് സ്മെൽ അല്ലെ. ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ ഓർക്കുന്നുണ്ടോ? ലഞ്ചോയുടെ സ്റ്റോറിയിലെ ഒരു സെന്റൻസ് ആണ് ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ. ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളുടെ ഏത് സെൻസിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? അത് നമുക്ക് സ്മെല്ലാണ് അല്ലെ, നമ്മൾക്ക് മണത്തറിയുന്നതാണ് അത് അല്ലെ. ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ എന്നുള്ള എക്സ്പ്രഷൻ അത് സെൻസ് ഓഫ് സ്മെല്ലാണത്. ആൻഡ് ദെൻ ദ ഫീൽഡ് വാസ് വൈറ്റ് അപ്പീൽസ് ടു സെൻസ് ഓഫ് സൈറ്റ് അല്ലെ. വൈറ്റ് ഫീൽഡ് വാസ് വൈറ്റ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ആ സ്റ്റോറിയിലെ ഒരു സെന്റൻസ് ആണ് ഫീൽഡ് വാസ് വൈറ്റ് എന്നുള്ളത്. അത് നമ്മൾക്ക് നല്ല കണ്ണിന് അല്ലെ, നമ്മളുടെ കാഴ്ചയ്ക്ക്, അത് സെൻസ് ഓഫ് സൈറ്റ് ആണ്. അത് നമുക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് തരുന്നത് അല്ലെ. അപ്പം അപ്പീൽസ് ടു ദ സെൻസ് ഓഫ് സൈറ്റ്. അപ്പീൽസ് മീൻസ് നമ്മളെ ആകർഷിക്കുക അല്ലെ, നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഏത്? ദ ഫീൽഡ് വാസ് വൈറ്റ് എന്നുള്ള എക്സ്പ്രഷൻ. സോ ഇങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് ഏത് സ്റ്റോറിയിലുണ്ട്? നമ്മൾ പഠിച്ച ലെറ്റർ ടു ഗോഡ് എന്ന ലഞ്ചോയുടെ സ്റ്റോറിയിലുണ്ട്. അവർ ജോബ് ഈസ് ഫൈൻഡ് ഔട്ട് ഫ്രം ദ സ്റ്റോറി മോർ എക്സ്പ്രഷൻസ് വിച്ച് അപ്പീൽ ടു യുവർ സെൻസസ്. അതായത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെട്ട കൂടുതൽ എക്സ്പ്രഷൻസ് ഇതേപോലെ ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ, ദ ഫീൽഡ് വാസ് വൈറ്റ്, അങ്ങനെയുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഇനിയും ആ സ്റ്റോറിയിലുണ്ട്. അത് കണ്ടെത്തി ഇവിടോട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ആക്ടിവിറ്റി. ഐ വിൽ ഗീവ് യു ഫ്യൂ എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി ലെറ്റർ ടു ഗോഡ്. ഓക്കെ, ഫസ്റ്റ് വൺ, ദ റൈപ്പ് കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ്. അത് സൈറ്റ് ആണ് അല്ലെ. റൈപ്പ് കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ്, അതെ, വളരെ പൂക്കളോട് കൂടിയ നല്ല വിളഞ്ഞു പാകമായ കോൺസ്, ചോളപ്പാടങ്ങൾ അല്ലെ. അത് നമ്മൾ ഏതാണ്? സെൻസ് ഓഫ് സൈറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് കണ്ണിന് നമ്മൾ കുളിർമയേക്കുന്ന ഒരു കാഴ്ചയാണ് അത് അല്ലെ. അതപ്പോൾ സെൻസ് ഓഫ് സൈറ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വെരി ലാർജ് ഹെയിൽ സ്റ്റോം ബിഗാൻ ടു ഫോൾ അല്ലെ. വലിയ ഹെയിൽ സ്റ്റോം വീഴുന്നു അല്ലെ. അപ്പം ചോളപ്പാടങ്ങളിലും അല്ലെ താഴ്വരകളിലൊക്കെ വലിയ ഹെയിൽ സ്റ്റോമുകൾ വീണു എന്ന് നമ്മൾ പഠിച്ച ആ സ്റ്റോറിയിൽ. അതാണ് വെരി ലാർജ് ഹെയിൽ സ്റ്റോം ബിഗാൻ ടു ഫോൾ. അത് രാത്രിയിലായിരുന്നു നടന്നത് അല്ലെ, നൈറ്റിലായിരുന്നു. അതുകൊണ്ട് അത് ഹിയറിംഗ് ആണ് അവിടെ വരുന്നത്. നമുക്ക് കേൾക്കാൻ ശക്തമായ മഞ്ഞ് വീഴ്ച അത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു, ലഞ്ചോയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞു. അപ്പൊ അത് എന്താണ്? ഹിയറിംഗ് ആണ് അവിടെ വരേണ്ടത്. സെൻസ് ഓഫ് ഹിയറിംഗ് ആണ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് നെക്സ്റ്റ് വൺ, ഫ്ലവേഴ്സ് ഡ്രാപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. റെയിനിന്റെ ഒരു കർട്ടൻ പോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ് അല്ലെ. ഡ്രാപ്ഡ് എന്ന് മീൻസ് മൂടി കിടക്കുകയാണ് അല്ലെ. ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു കർട്ടൻ ഓഫ് റെയിൻ പോലെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നു. അതും എന്തിൽ വരുന്നതാണ്? സെൻസ് ഓഫ് സൈറ്റ് ആണ്. അതും നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. സൈറ്റ് മീൻസ് കാഴ്ച എന്നാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. ഓർക്കുന്നുണ്ടോ സെന്റൻസ്? ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. അതായത് ലഞ്ചോ മഴ വരുന്നത് നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന്. അപ്പം മഴത്തുള്ളികൾ ലഞ്ചോയുടെ ദേഹത്തേക്ക് പതിച്ചു, ദേഹത്തേക്ക് വീണു അല്ലെ. അതപ്പോൾ എന്താണ്? ടച്ച് ആണ്. ലഞ്ചോയ്ക്ക് അത് അനുഭവപ്പെട്ടു. ലഞ്ചോയുടെ ദേഹത്ത് തട്ടിയപ്പോൾ വീണപ്പോൾ, മഴത്തുള്ളികൾ വീണപ്പോൾ ലഞ്ചോയ്ക്ക് അത് അനുഭവപ്പെട്ടു. അപ്പോൾ അതെന്താണ്? സെൻസ് ഓഫ് ടച്ചിൽ വരുന്നതാണ്. നമുക്ക് തൊടുമ്പോൾ അല്ലെ നമ്മുടെ ദേഹത്ത് ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഫീലിംഗ്, ഒരു എക്സ്പ്രഷനാണത്. ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി എന്നുള്ള എക്സ്പ്രഷനെ നമുക്ക് സെൻസ് ഓഫ് ടച്ചിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നെക്സ്റ്റ് വൺ, നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ് അല്ലെ. ട്രീസിലൊന്നും ഇനിയും ഒരു ലീവ്സും ഇല്ല അല്ലെ. എല്ലാ ഇലകളും കൊഴിഞ്ഞു നിൽക്കുന്നു. അതെന്താണ്? സൈറ്റ് ആണ്. അതൊരു കാഴ്ചയാണ്. സെൻസ് ഓഫ് സൈറ്റിൽ വരുന്നതാണത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്.
അല്ലെ? ആ ഫീൽഡ് മുഴുവനും വൈറ്റ് ആയി. എന്തുകൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്? ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്. ഓക്കെ, അപ്പൊ അതെന്താണ്? സെൻസ് ഓഫ് സൈറ്റിൽ വരുന്നതാണ്. അത് നമുക്ക് കണ്ണിന് കുളിർമയേക്കുന്ന, അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന, അല്ലെ മനോഹരമായ ഒരു കാഴ്ചയാണത്, അല്ലെ? ആൻഡ് ദെൻ ഹി ലിക്ഡ് ദ സ്റ്റാമ്പ് ആൻഡ് ദെൻ അഫിക്സഡ് ഇറ്റ്. ഓർക്കുന്നുണ്ടോ? ലെൻചോ ദൈവത്തിന് കത്ത് എഴുതിയപ്പോൾ ആ കത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ നക്കിയിട്ട്, അല്ലെ, തുപ്പൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒട്ടിക്കുന്നതായിട്ട് അതിനകത്ത് പറയുന്നുണ്ടല്ലോ സ്റ്റോറിക്കകത്ത്, അല്ലെ? അപ്പൊ അത് എന്താ പറയുക, അതൊരു കാഴ്ചയായിട്ട് നമുക്ക് സെൻസ് ഓഫ് സൈറ്റ് ആണ്, അല്ലെ? നമ്മളിങ്ങനെ കാണുകയാണത്. അപ്പൊ അതൊരു സെൻസ് ഓഫ് സൈറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹി ലിക്ക് ദ സ്റ്റാമ്പ് ആൻഡ് ദെൻ അഫിക്സഡ് ഇറ്റ്. സോ ദീസ് ആർ ദ എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി വിച്ച് അപ്പീൽ ടു അവർ സെൻസസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെട്ട കുറച്ച് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്തെഴുതിയത്. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 2, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി. ആൻഡ് ലുക്ക് അറ്റ് ദ ഫോളോവിങ് എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി. ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ സ്റ്റോറിയിലെ കുറച്ച് എക്സ്പ്രഷൻസ് ആണ്, എന്ന് വായിക്കാം. എ ഗുഡ് ഹാർവെസ്റ്റ്, അല്ലെ? ഒരു നല്ല ഹാർവെസ്റ്റ്, ഒരു വിളവെടുപ്പ്. ഹാർവെസ്റ്റ് മീൻസ് വിളവെടുപ്പ്. എ ഗുഡ് ഹാർവെസ്റ്റ്. ന്യൂ കോയിൻസ്. എ സ്ട്രോങ് വിൻഡ്. ന്യൂ കോയിൻസ് വെച്ചാൽ എന്താ? പുതിയ നാണയങ്ങൾ. എ സ്ട്രോങ് വിൻഡ്, ശക്തമായ ഒരു കാറ്റ്. സോ ഇവിടെ ഈ വേർഡ്സുകൾ അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. എ ഗുഡ്, ന്യൂ, എ സ്ട്രോങ് എന്നുള്ളത്, ഈ 3 വേർഡ്സുകൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് അത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇൻ ദ എബോവ് എക്സ്പ്രഷൻസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ടെൽ us more about the head words harvest, coins ആൻഡ് വിൻഡ്. ഈ ഹെഡ് വേർഡ്സ് എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. ഹെഡ് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ്. ഈ സെന്റൻസിലെ മെയിൻ വേർഡ്സ് എന്താണ്? ഇതിലെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് ആണ്. എ ഗുഡ് ഹാർവെസ്റ്റ് എന്നുള്ള സെന്റൻസിലെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് ആണ്. ന്യൂ കോയിൻസ് എന്നുള്ളതിനകത്തെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് കോയിൻസ് ആണ്. എ സ്ട്രോങ് വിൻഡ് എന്നുള്ളതിന്റെ ഹെഡ് വേർഡ് ഏതാണ്? വിൻഡ് ആണ്. അപ്പോൾ ഈ ഹെഡ് വേർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഹെഡ് വേർഡ്സിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വേർഡ്സുകളാണ് ഗുഡ്, ന്യൂ, എ സ്ട്രോങ് എന്നുള്ള വേർഡ്സുകൾ. അപ്പൊ നോക്കുക. ഹിയർ ദ അണ്ടർലൈൻഡ് വേർഡ്സ് ടെൽ us about the number, quality ഓഫ് ദ ഹെഡ് വേർഡ്. ഒന്നുകിൽ നമ്പർ ആയിരിക്കും, ഹെഡ് വേർഡിന്റെ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എ ഗുഡ് ഹാർവെസ്റ്റ് എന്നുള്ളത് ഒരു നല്ല ഹാർവെസ്റ്റ്, അല്ലെ? അപ്പൊ ഇവിടെ ഹാർവെസ്റ്റ് എന്നുള്ള ഹെഡ് വേർഡിന്റെ അല്ലെങ്കിൽ ഹാർവെസ്റ്റിന്റെ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്. എ ഗുഡ് ഹാർവെസ്റ്റ്, നല്ലത് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ് പറയുന്നത്. അടുത്തത് ന്യൂ കോയിൻസ്. കോയിൻസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ന്യൂ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെ? അപ്പൊ ന്യൂ എന്നത് എന്താണ്? അതും ഒരു ക്വാളിറ്റിയാണ്. അത് പുതിയ കോയിൻസ് എന്ന് പറയുന്നു. അപ്പോൾ കോയിൻസിനെ ഒന്ന് എന്താ പറയുക, ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പൊ ന്യൂ എന്ന വേർഡ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ പുതിയ കോയിൻസ്. അപ്പൊ എന്തായി? ന്യൂ എന്നുള്ളത് അപ്പൊ അതിന്റെ ക്വാളിറ്റി, കോയിൻസിന്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച വേർഡാണ് ന്യൂ. ഇവിടെ അതുപോലെ സ്ട്രോങ് വിൻഡ്. സ്ട്രോങ് വിൻഡ് എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു കാറ്റ്. അപ്പം ആ കാറ്റിന്റെ ശക്തി, അല്ലെ, ആ കാറ്റിന്റെ ശക്തിയെ കാണിക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ച വേർഡാണ് സ്ട്രോങ് എന്നുള്ളത്. അപ്പം ഇതും എന്താണ്? ക്വാളിറ്റിയാണ്. ഇങ്ങനെയുള്ള ഹെഡ് വേർഡ്സിനോട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അത് ഒരുപക്ഷെ നമ്പർ ആകാം, ക്വാളിറ്റി ആകാം. ഹെഡ് വേർഡ്സിന്റെ നമ്പറിനെയോ, അല്ലെ നമ്പർ മീൻസ് എണ്ണം, എണ്ണത്തെയോ ക്വാളിറ്റിയെയോ അതിന്റെ ഗുണങ്ങളെയോ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള വേർഡ്സുകളാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ജസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ആൻഡ് നൗ let's look at a few more examples and find out how the head words are described. അതായത് ഇനി കൂടുതൽ എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഒരു ഹെഡ് വേർഡിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളത്. ലുക്ക് അറ്റ് ദ ഫോളോവിങ്. ഇവിടെ കാറ്റ്സ് ആണ്. ഇവിടെ ഹെഡ് വേർഡ് ഏതാണ്? കാറ്റ്സ് ആണ്. കാറ്റ്സിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഫസ്റ്റ് നമുക്ക് കാറ്റ്സിനെ 2 cats എന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ 2 എന്നുള്ളത് എന്താണ്? നമ്പർ ആണ്, അല്ലെ? നമ്പർ ഉപയോഗിച്ച് ആദ്യം കാറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. എന്താണ്? 2 cats. 2 cats, 2 പൂച്ചകളുണ്ടല്ലോ. അപ്പോൾ 2 cats. അപ്പോൾ നമ്പർ ഉപയോഗിച്ച് നമ്മൾ കാറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തു. അടുത്തത് 2 black cats. 2 നമ്പർ വന്നു, അതുപോലെ തന്നെ ബ്ലാക്ക് കാറ്റ്സ്. കാറ്റ്സിന്റെ നിറം ഏതാണ്? ബ്ലാക്ക് ആണ്, കറുപ്പാണ്. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക്. അപ്പം ഇവിടെ നമ്മൾ വീണ്ടും അതിന്റെ കളർ ഉപയോഗിച്ച് നമ്മൾ കാറ്റ്സിനെ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്തു. 2 black cats. അടുത്തത് 2 small black cats. ഇതിനെ വീണ്ടും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. 2 small
ബ്ലാക്ക് കാറ്റ്സ്. അപ്പൊ എന്തായി, ഇവിടെ വീണ്ടും സ്മോൾ എന്നൊരു അഡീഷണൽ വേർഡ് വന്നു, ഡിസ്ക്രൈബിംഗ് വേർഡ് സ്മോൾ. അപ്പൊ എന്തുകൊണ്ടാണ് സ്മോൾ ചേർത്തത്? ചെറിയ കാറ്റ്സ് ആണ് അല്ലെ. അപ്പം ഇതിന് സ്മോൾ എന്നത് ഏതിൽ വരുന്നോ, അത് സൈസിൽ വരുന്നു, ചെറുത് വലുത്. അപ്പൊ ഇത് ചെറുതാണ്, ചെറിയ കാറ്റ്സ് ആണ്. അപ്പം 2 സ്മോൾ ബ്ലാക്ക് കാറ്റ്സ്. അപ്പൊ ആദ്യം 2 കാറ്റ്സ് എന്നുള്ള നമ്പർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, പിന്നെ കളർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, പിന്നെ അതിന്റെ സൈസ് ഉപയോഗിച്ച്, വലിപ്പം ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ 3 രീതി നമുക്ക് കാറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാം. 2 കാറ്റ്സ്, 2 black cats, 2 small black cats. Did you understand? Certain words are added to the word cats അല്ലേ. ഈ ഇപ്പൊ കാറ്റ്സ് എന്ന ഹെഡ് വേർഡിന്റെ കൂടെ നമ്മൾ കുറേ വേർഡ്സുകൾ ബ്ലാക്ക് എന്ന് ഉപയോഗിച്ചു, 2 എന്ന് ഉപയോഗിച്ചു, സ്മോൾ എന്ന് ഉപയോഗിച്ചു. ദ വേർഡ്സ് ടെൽ us more about the cats like their number, size and കളർ. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഈ വേർഡ്സുകൾ, അതായത് 2 എന്നും ബ്ലാക്ക് എന്നും സ്മോൾ എന്നും നമ്മൾ കാറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചത് അത് നമ്പറാണ്, സൈസാണ്, കളറാണ് അല്ലേ. ഫസ്റ്റ് നമ്പർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, ദെൻ സെക്കൻഡ് അതിന്റെ കളർ ഉപയോഗിച്ച്, ബ്ലാക്ക് എന്ന കളർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, മൂന്നാമത് നമ്മൾ അതിന്റെ സൈസ്, അതായത് സ്മോൾ എന്ന വേർഡ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഉദാഹരണം കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. ലുക്ക് അറ്റ് ദ ഫോളോവിങ്. ബാഗ്, ഇവിടെ ഹെഡ് വേർഡ് ഏതാണ്? ബാഗ് എന്ന ഹെഡ് വേർഡിനെ, ബാഗിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം? നമ്മൾ ക്യാറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ എ ബാഗ്, ഒരു ബാഗ്, ബാഗ് ഒരെണ്ണം അല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെ നമ്പറായി, നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തു. അടുത്തത് എ ലെതർ ബാഗ്, ബാഗ് ഒരു ലെതർ ബാഗ് ആണ്. അപ്പൊ നമുക്ക് ലെതർ ബാഗിന് എഴുതാം. അപ്പൊ ലെതർ എന്നുള്ളത് ഏതിനകത്തിൽ വരും? നമ്പർ ആണോ? അല്ല. ഏതിനകത്താണ് വരുന്നത്? അത് ക്വാളിറ്റിയാണ്, ബാഗിന്റെ ക്വാളിറ്റിയാണ്, ലെതർ ബാഗ് ആണ്. ലെതർ ബാഗുകളുണ്ടല്ലോ. അപ്പം ലെതർ എന്നുള്ളത് ക്വാളിറ്റി ഉപയോഗിച്ച് നമ്മൾ സെക്കൻഡ് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി മൂന്നാമത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ബാഗിന്റെ കളർ ഉപയോഗിച്ചിട്ടാണ്. ഏതാണ് കളർ? വൈറ്റ് ആണ്. സോ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? എ വൈറ്റ് ലെതർ ബാഗ്. ഓക്കെ, എ വൈറ്റ് ലെതർ ബാഗ്, കളർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ സൈസ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. ഇത് കുറച്ച് വലിയ ബാഗ് ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ബിഗ് എന്ന് കൊടുക്കാം. അപ്പൊ ബിഗ് എന്ന വേർഡ് ഉപയോഗിച്ച് വീണ്ടും നമ്മൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. എ ബിഗ് വൈറ്റ് ലെതർ ബാഗ്. എങ്ങനെയാണ്? എ ബിഗ് വൈറ്റ് ലെതർ ബാഗ്. അപ്പൊ നോക്കൂ, നമ്മൾ പല രീതിയിൽ നമ്മൾ ക്യാറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ ബാഗിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. ഫസ്റ്റ് നമ്പർ ഉപയോഗിച്ച് ബാഗിനെ ഡിസ്ക്രൈബ് ചെയ്തു, സെക്കൻഡ് അതിന്റെ ക്വാളിറ്റി ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, എ ലെതർ എന്നുള്ളത്, ദെൻ വൈറ്റ് അതിന്റെ കളർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, അതുപോലെ തന്നെ ബിഗ് ലാസ്റ്റ് നമ്മൾ സൈസ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ പല രീതിയിൽ നമുക്ക് ഒരു സാധനത്തിൽ, ഒരു തിങ്സിനെ അല്ലെങ്കിൽ എന്തിനേയും നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉപയോഗിച്ച് ഇതേപോലെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, തീർന്നിട്ടില്ല. അടുത്തത് ഫ്ലവേഴ്സിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ കണ്ടോ ഫ്ലവേഴ്സ് കാണുന്നത്? അപ്പൊ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഇതിന്റെ ഫ്ലവേഴ്സിന്റെ എണ്ണം എത്രയാണ്? 3 ആണ് അല്ലെ. 3 ഫ്ലവേഴ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് എണ്ണം ഉപയോഗിച്ച് ആദ്യം ഡിസ്ക്രൈബ് ചെയ്യാൻ, നമ്പർ ഉപയോഗിച്ചിട്ട്, അതാണ് 3 ഫ്ലവേഴ്സ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി ഇതിന്റെ കളർ ഏതാണ്? യെല്ലോ ആണ് അല്ലെ, മഞ്ഞയാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കളർ ഉപയോഗിച്ച് അടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പൊ 3യും കൂടെ വേണം. 3 യെല്ലോ ഫ്ലവേഴ്സ്, 3 മഞ്ഞ പൂക്കൾ അല്ലെ. അപ്പൊ ആദ്യം 3 പൂക്കൾ ഉള്ളായിരുന്നു, സെക്കൻഡ് വന്നപ്പോൾ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്തു കളർ ഉപയോഗിച്ചിട്ട്. അപ്പം 3 മഞ്ഞപ്പൂക്കൾ, 3 യെല്ലോ ഫ്ലവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് ചെറുതാണ്, തീരെ ചെറിയ ഫ്ലവേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന് ടൈനി എന്ന വേർഡ് ഉപയോഗിക്കാം. ടൈനി എന്ന് വെച്ചാൽ തീരെ ചെറുത്. അപ്പൊ 3 ടൈനി യെല്ലോ ഫ്ലവേഴ്സ്. നോക്കൂ, 3 ചെറിയ മഞ്ഞ പൂക്കൾ. ആദ്യം 3 പൂക്കൾ എന്ന് എഴുതി, പിന്നെ 3 മഞ്ഞപ്പൂക്കൾ എന്ന് വന്നു, പിന്നെ 3 ചെറിയ മഞ്ഞപ്പൂക്കൾ. നോക്കൂ, വീണ്ടും നമ്മൾ ഇതിനെ സൈസ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഇതിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ് അതിന്റെ ക്വാളിറ്റി ഉപയോഗിച്ചിട്ട്. അതാണ് ബ്യൂട്ടിഫുൾ എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാം, അതിന്റെ മനോഹാരിത. അപ്പൊ എങ്ങനെ വരും? 3 ബ്യൂട്ടിഫുൾ ടൈനി യെല്ലോ ഫ്ലവേഴ്സ് അല്ലെ, 3 മനോഹരമായ ചെറിയ മഞ്ഞപ്പൂക്കൾ. നോക്കൂ, ഫ്ലവേഴ്സിനെ നമുക്ക് ഈ 4 രീതിയിലാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്പർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, പിന്നെ അതിന്റെ കളർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, പിന്നെ അതിന്റെ സൈസ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, ടൈനി എന്ന വേർഡ് ചേർത്തിട്ട്, പിന്നെ അതിന്റെ ക്വാളിറ്റി ഉപയോഗിച്ചിട്ട്, അതായത് ബ്യൂട്ടിഫുൾ അല്ലെ, അതിന്റെ ക്വാളിറ്റിയാണ്, ക്വാളിറ്റി ഉപയോഗിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. ഇങ്ങനെ 4 രീതിയിൽ നമ്മളിവിടെ ഫ്ലവേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്തു. ഇനി നമുക്കൊരു ബോയിയെ ഡിസ്ക്രൈബ് ചെയ്താലോ? അപ്പൊ എങ്ങനെ വരുമെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു ചെറുക്കൻ നിപ്പുണ്ട്. ഈ ബോയിയെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ബോയ്, എ ബോയ്, ഒരാളല്ലേ ഉള്ളൂ. അപ്പം എ ബോയ് ഫസ്റ്റ് നമ്പർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. ഒരു ചെറിയ കുട്ടിയാണ് അല്ലെ. അപ്പം നമുക്ക് ലിറ്റിൽ ചേർത്തിട്ട് ഇനി ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ ലിറ്റിൽ എന്നുള്ളത് എന്താണ്? അവന്റെ സൈസ് ആണ്. എ ലിറ്റിൽ ബോയ്, ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി, എ ലിറ്റിൽ ബോയ്. ഇനി നമുക്ക് ഇവന്റെ ക്വാളിറ്റി ഉപയോഗിച്ച്, കണ്ടാലേ അറിയാം സ്മാർട്ട് ബോയ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് സ്മാർട്ട് എന്ന വേർഡ് ഉപയോഗിച്ച് വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യാണ്. എ സ്മാർട്ട് ലിറ്റിൽ ബോയ്.
ഇവിടെ ക്വാളിറ്റിയാണ്, ബോയുടെ ക്വാളിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എ ബോയ്, അവിടെ നമ്പർ വന്നു, എ ലിറ്റിൽ ബോയ്, വീണ്ടും അതിന്റെ സൈസ് വന്നു ബോയുടെ, ആൻഡ് ദെൻ എ സ്മാർട്ട് ലിറ്റിൽ ബോയ്. സ്മാർട്ട് എന്നുള്ളത് അതിന്റെ ക്വാളിറ്റിയെ കാണിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ 3 രീതി നമ്മൾ ബോയിയെ ഡിസ്ക്രൈബ് ചെയ്തു. ആൻഡ് ദെൻ ഐഡന്റിഫൈ ദ വേർഡ്സ് ഇൻ ദ എബോവ് വേർഡ് പിരമിഡ്സ് വിച്ച് ടെൽ us about the number, quality, color, shape, size, etc. of the objects or persons. ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഒബ്ജക്ട്സിലെ ഏതെങ്കിലും വസ്തുക്കളെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നമുക്ക് നമ്പറും ക്വാളിറ്റിയും കളറും ഷേപ്പും സൈസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുക ഡിസ്ക്രൈബ് ചെയ്യാം. റൈറ്റ് ദം ഇൻ ദ റെലവൻറ്റ് കോളംസ് ഇൻ ദ ടേബിൾ ഓവർലീഫ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ ടേബിളിൽ നമ്മൾ എഴുതണം. ഇപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അപ്പം ക്യാറ്റ്സിനെയും ബാഗിനെയും ഫ്ലവേഴ്സിനെയും ബോയിയെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത ആ വേർഡുകൾ ഈ കോളത്തിലോട്ട് ഈ ടേബിളിലോട്ട് തരംതിരിച്ച് എഴുതണം. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? നമ്മൾ നമ്പർ, ക്വാണ്ടിറ്റി, ഫസ്റ്റ് കോളത്തിൽ നമ്പറാണ് വരേണ്ടത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. രണ്ടും എണ്ണമാണ് അവിടെ വരേണ്ടത്. സെക്കൻഡ് കോളത്തിൽ എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. അല്ല, ഓരോന്നിൻ്റെയും ഏതിനൊക്കെയാണ് അവിടെ ക്വാളിറ്റി വന്നിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഗുണങ്ങൾ. അടുത്തത് കളറ്, നിറങ്ങൾ. അടുത്ത ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആകൃതി. സൈസ് എന്ന് വെച്ചാൽ വലിപ്പം. പിന്നെ ഹെഡ് വേർഡ്. ഏതായിരുന്നു ഹെഡ് വേർഡ്? ക്യാറ്റ്സ് ആണെങ്കിൽ ക്യാറ്റ്സ്, ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സ്. അപ്പം ഇതൊന്നും നമുക്ക് ഒന്ന് എഴുതാം. അപ്പം നിങ്ങൾ എഴുതിക്കോളൂ. സോ ഫസ്റ്റ് നമുക്ക് ക്യാറ്റ് എടുക്കാം. എത്ര ക്യാറ്റ്സ് ആയിരുന്നു? അതിന്റെ നമ്പർ എത്രയായിരുന്നു ക്യാറ്റ്സിന്റെ? യെസ്, അതിന്റെ നമ്പർ 2 ആണ്. അപ്പൊ ഇവിടെ 2 എന്ന് നമ്മൾ എഴുതുന്നു. ഇനി ക്യാറ്റ്സിന്റെ ക്വാളിറ്റി എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? ഇല്ല, ക്വാളിറ്റി ഒന്നും പറയുന്നില്ലായിരുന്നു. ദെൻ അതിന്റെ കളറാണ്, കളർ പറയുന്നുണ്ടായിരുന്നു. എന്താണ് കളർ? ബ്ലാക്ക് കളറാണ്. ഷേപ്പ് പറയുന്നുണ്ടോ? ഇല്ല. ദെൻ അതിന്റെ സൈസ് ഏതാണ്? സ്മോൾ സൈസ് ആയിരുന്നു അല്ലേ? അപ്പം അവിടെ സ്മോൾ എന്ന് എഴുതുന്നു. ഹെഡ് വേർഡ് എന്തായിരുന്നു? ക്യാറ്റ്സ് ആയിരുന്നു. ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ക്യാറ്റ്സ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാറ്റ്സിനെ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റിയും കളറും ഷേപ്പും സൈസും ഉപയോഗിച്ച് നമ്മൾ തരംതിരിച്ച് എഴുതിയത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ബാഗ്. എത്ര ബാഗ് ആയിരുന്നു? അതിന്റെ ക്വാണ്ടിറ്റി നമ്പർ എത്രയാണ്? എ ആണ്. അപ്പൊ ഇവിടെ എ എന്ന് എഴുതുന്നു. അടുത്തത് ക്വാളിറ്റി. ബാഗിന്റെ ക്വാളിറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ, ലെതർ ബാഗ് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ലെതർ എന്ന് നമുക്ക് എഴുതാം, ലെതർ ബാഗ്. ആൻഡ് ദെൻ കളർ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താണ്? വൈറ്റ് കളർ. ആൻഡ് ദെൻ സൈസ് എന്താണ്? ഷേപ്പ് ഉണ്ടായിരുന്നു? ഇല്ല, ബാഗിന്റെ ഷേപ്പ് പറയുന്നില്ലായിരുന്നു. സൈസ് പറയുന്നുണ്ടായിരുന്നു, സൈസ് ബിഗ് എന്നായിരുന്നു. ഹെഡ് വേർഡ് ബാഗ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത് നമുക്ക് ഫ്ലവേഴ്സ് എടുക്കാം. ഹൗ മെനി ഫ്ലവേഴ്സ്? എത്ര ഫ്ലവേഴ്സ് ആയിരുന്നു? 3 ഫ്ലവേഴ്സ് ആയിരുന്നു. യെസ്, 3 ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ ക്വാളിറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? യെസ്, ഫ്ലവേഴ്സിന്റെ ക്വാളിറ്റി ബ്യൂട്ടിഫുൾ എന്നായിരുന്നു. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് ഇവിടെ എഴുതുന്നു. ആൻഡ് ദെൻ കളർ. ഫ്ലവേഴ്സിന്റെ കളർ ഏതായിരുന്നു? യെല്ലോ. ഷേപ്പ് ഉണ്ടായിരുന്നോ? പറയുന്നുണ്ടായിരുന്നോ? ഇല്ല. സൈസ് പറയുന്നുണ്ടായിരുന്നോ? യെസ്, ടൈനി അല്ലെ, വളരെ ചെറുതായിരുന്നു. ആൻഡ് ദെൻ ഹെഡ് വേർഡ് എന്തായിരുന്നു? ഫ്ലവേഴ്സ്. റെഡി അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ദെൻ ലാസ്റ്റിൽ ഏതായിരുന്നു? ബോയ് ആയിരുന്നു അല്ലെ. എ ബോയ് ആയിരുന്നു. അപ്പൊ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ എന്നുള്ളത് എ. പിന്നെ ബോയുടെ ക്വാളിറ്റി സ്മാർട്ട് ആയിരുന്നല്ലോ അവന്, അപ്പൊ അവിടെ സ്മാർട്ട് എന്ന് നമുക്ക് എഴുതാം. കളർ ഉണ്ടോ? ഇല്ല. ഷേപ്പ് പറയുന്നുണ്ടായിരുന്നോ? ഇല്ല. സൈസ് ഉണ്ടായിരുന്നല്ലോ, സൈസ് എങ്ങനെയാണ്? ലിറ്റിൽ ബോയ് ആണ് അല്ലെ. സോ ലിറ്റിൽ. ആൻഡ് ദെൻ ഹെഡ് വേർഡ് എന്താണ്? ഹെഡ് വേർഡ് ബോയ്. ഇങ്ങനെ നമ്മൾ ക്യാറ്റ്സിനെയും ബാഗിനെയും ഫ്ലവേഴ്സിനെയും ബോയിയെയൊക്കെ ഇതേപോലെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വൺ, റീഡ് ദി സ്റ്റോറി ഗിവൺ ബിലോ. ഇവിടെ ഒരു സ്റ്റോറി താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. സം വേർഡ്സ് ആർ അണ്ടർലൈൻഡ്. ഈ സ്റ്റോറിയിലെ ചില വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. മേക്ക് ദ സ്റ്റോറി മോർ ഇൻട്രസ്റ്റിംഗ് ബൈ ആഡിങ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. അതായത് ഈ സ്റ്റോറി നമുക്ക് ഒന്നുകൂടെ എഴുതണം. ഒന്നുകൂടെ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിൻ്റെ കൂടെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ചേർത്തിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി എഴുതണം. ആൻഡ് സിമിലർ ടു ദി വൺസ് യു ഹാവ് ലിസ്റ്റഡ് എബോവ് ഇൻ ദ കോളംസ്. അതായത് നമ്മൾ മുകളിലെ ഈ കോളത്തിൽ എഴുതിയ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്റ്റോറി നമുക്ക് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. റീറൈറ്റ് ചെയ്ത് ഇവിടോട്ടെയാണ് എഴുതേണ്ടത്. സോ ഞാൻ ആദ്യം ഈ സ്റ്റോറി ജസ്റ്റ് ഒന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് ഇതിനെ റീറൈറ്റ് ചെയ്ത് എഴുതാം. എ സ്പാരോ ലേഡ് സ്മോൾ എഗ്സ് ഇൻ ഹെർ നെസ്റ്റ് ഓൺ എ ട്രീ. ഒരു ട്രീയിൽ ഒരു കുരുവി കുറച്ച് ചെറിയ എഗ്സ് അതിന്റെ കൂട്ടിൽ ഇട്ടു. An egg hatched. അതിൽ ഒരു മുട്ട വിരിഞ്ഞു. എ ചിക്ക് പീപ്ഡ് ഔട്ട്. ഒരു കുഞ്ഞിക്കുരുവി അല്ലെ പുറത്തു വന്നു. ദ സ്പാരോ ബ്രോട്ട് വേംസ് ഫോർ ദ ബേഡി. സ്പാരോ എന്ത് ചെയ്തു? കുഞ്ഞിക്കുരുവിക്ക് വേംസിനെ കൊണ്ടു കൊടുത്തു. ദ ബേഡി എയ്റ്റ് ദം വിത്ത് ഇറ്റ്സ് ബീക്ക്. അതിന്റെ ബീക്ക് ഉപയോഗിച്ചിട്ട് ആ കുഞ്ഞിക്കുരുവി എന്ത് ചെയ്തു? ആ വേംസിനെ കഴിച്ചു. ഡേയ്സ് പാസ്ഡ് ബൈ. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. വൺ മോർണിംഗ്
ദ മദർ സ്പാരോ ഫ്ലോ ഔട്ട് ഓഫ് ദ നെസ്റ്റ്. ഒരു ദിവസം രാവിലെ അമ്മ കുരുവി എന്ത് ചെയ്തു? കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് പറന്നുപോയി. ആഹാരത്തിനോ മറ്റു എന്തിനോ ആവശ്യത്തിന് വേണ്ടി പറന്നുപോയി. ദ ചിക്ക് ഓപ്പൺഡ് ഇറ്റ്സ് ക്യൂട്ട് ഐസ്. ആ കുഞ്ഞിക്കുരുവി എന്ത് ചെയ്തു? തന്റെ ക്യൂട്ടായിട്ടുള്ള കണ്ണുകൾ തുറന്നു. ലുക്ക്ഡ് ഔട്ട്, പുറത്തേക്ക് നോക്കി. ഷീ സോ ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ എന്താണ് അവൾ കണ്ടത്? ഫ്ലവേഴ്സ് കണ്ടു, ലീവ്സ് കണ്ടു, ഫ്രൂട്ട്സ് കണ്ടു. ഓൺ പ്ലാന്റ്സിൽ ആൻഡ് ട്രീസ്. ഷീ ഓപ്പൺഡ് ഹെർ വിങ്സ് ആൻഡ് ഫ്ലാപ്ഡ് ദം. കുഞ്ഞിക്കുരുവി അവളുടെ ചിറകുകൾ വിടർത്തി, കുഞ്ഞു ചിറകുകൾ വിടർത്തി ഫ്ലാപ്ഡ് ചെയ്ത് ചിറകടിക്കുക, ഇങ്ങനെ ചിറകടിച്ച്. സോ ഇതാണ് ആ സ്റ്റോറി. ഈ സ്റ്റോറി നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ വേർഡ്സിന്റെ കൂടെ കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കണം. നമ്മൾ മുകളിൽ പഠിച്ച ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വളരെ സിമിലർ ആയിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റീറൈറ്റ് ചെയ്തിട്ട് ആഡ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ബിഫോർ ദ അണ്ടർലൈൻ വേർഡ്സ് ആൻഡ് റീറൈറ്റ് ദ സ്റ്റോറി. അങ്ങനെ റീറൈറ്റ് ചെയ്ത സ്റ്റോറി നിങ്ങൾ ഇവിടോട്ടാണ് എഴുതേണ്ടത്. സോ ഐ വിൽ ഗിവ് യു ദ സ്റ്റോറി യൂസിങ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെ വരും എന്നുള്ളത്. സോ ദിസ് ഈസ് ദ സ്റ്റോറി. ഇവിടെ ഈ റെഡ് കളറിൽ നിങ്ങൾ കാണുന്ന വേർഡ്സുകൾ നമ്മൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്, അതായത് നമ്മൾ കൂട്ടിച്ചേർത്ത വേർഡ്സ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്റ്റോറിക്ക് കൂടുതൽ ഒരു ഈ സ്റ്റോറി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി, കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് ഞാനിവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. എ ക്യൂട്ട് സ്പാരോ ലേഡ് 2 small eggs in her small nest on a big tree. അവിടെ സ്പാരോയുടെ കൂടെ നമ്മൾ ക്യൂട്ട് എന്ന വേർഡ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അപ്പം എ ക്യൂട്ട് സ്പാരോ ലേഡ് 2 small eggs. അവിടെ സ്മോൾ എഗ്സിന്റെ കൂടെ നമ്മൾ 2 എന്ന് കൂടി ചേർത്തു. 2 small eggs in her small nest. നെസ്റ്റിന്റെ കൂടെ നമ്മൾ ഏത് ഡിസ്ക്രൈബിംഗ് വേർഡാണ് ഉപയോഗിച്ചത്? സ്മോൾ നെസ്റ്റ്. ഓൺ എ ബിഗ് ട്രീ. ട്രീയുടെ കൂടെ നമ്മൾ ബിഗ് എന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് ഇവിടെ റെഡ് കളറിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട്, അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാറ്റം, ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ആൻ എഗ് ഹാച്ച്ഡ്. അതിലൊരു മുട്ട വിരിഞ്ഞു. ആൻഡ് ദെൻ എ ടൈനി ചിക്ക് പീപ്ഡ് ഔട്ട്. അല്ലെ, ചിക്കിന്റെ കൂടെ നമ്മൾ ടൈനി എന്ന് വെച്ചാൽ ചെറിയൊരു കുഞ്ഞിക്കുരുവി. അല്ലെ, എ ടൈനി ചിക്ക് പീപ്ഡ് ഔട്ട്. അല്ലെ, ഒരു കുഞ്ഞിക്കുരുവി, ഒരു ചെറിയ കുഞ്ഞിക്കുരുവി പുറത്തു വന്നു. ദ സ്പാരോ ബ്രോട്ട് സം വേംസ് ഫോർ ദ പേടി. അല്ലെ, സ്പാരോ കുറച്ച് വേംസിനെ കൊണ്ട് കൊടുത്തു. അവിടെ വേംസിനോട് നമ്മൾ സം എന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് ഉപയോഗിച്ചു. ദ ബേഡി ഏറ്റ് ദം വിത്ത് ഇറ്റ്സ് സ്മോൾ ബീക്ക്. അല്ലെ, അപ്പം ആ കുഞ്ഞിക്കുരുവി തന്റെ ചെറിയ ബീക്ക് ഉപയോഗിച്ച്, അല്ലെ, കുഞ്ഞിക്കുരുവിയുടെ ആകുമ്പോൾ ചെറിയ ബീക്ക് അല്ലേ, അപ്പം സ്മോൾ ബീക്കിന്റെ കൂടെ നമ്മൾ സ്മോൾ എന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് ആഡ് ചെയ്ത് അവിടെ. ഡേയ്സ് പാസ്റ്റ്, ദിവസങ്ങൾ കടന്നുപോയി. വൺ ഫൈൻ മോർണിംഗ്. അവിടെ വൺ മോർണിംഗിനോട് നമ്മൾ ഫൈൻ എന്ന് കൂടി ചേർത്തു. വൺ ഫൈൻ മോർണിംഗ്, ഒരു നല്ല പ്രഭാതം. അല്ലെ, ദ മദർ സ്പാരോ ഫ്ലോ ഔട്ട് ഓഫ് ദ നെസ്റ്റ്. ദ ചിക്ക് ഓപ്പൺഡ് ഇറ്റ്സ് ക്യൂട്ട് ഐസ് ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഷീ സോ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അവിടെ ഫ്ലവേഴ്സിന്റെ കൂടെ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ ചേർത്തു. ഷീ സോ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഗ്രീൻ ലീവ്സ്. ലീവ്സിനോട് നമ്മൾ കളറും കൂടി അടിച്ചത്. ഗ്രീൻ ലീവ്സ് ആൻഡ് റൈപ്പ് ഫ്രൂട്ട്സ്. അല്ലെ, നല്ല വിളഞ്ഞ് പാകമായ ഫ്രൂട്ട്സ്. ആൻഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. അല്ലെ, പ്ലാന്റ്സിലും ട്രീസിലുമായിട്ട് നിറയെ മനോഹരമായ പൂക്കളും അതുപോലെ തന്നെ പച്ച ഇലകളും അതുപോലെ തന്നെ റൈപ്പ് ഫ്രൂട്ട്സും അവൾ കണ്ടു. ഷീ ഓപ്പൺഡ് ഹെർ ടൈനി വിങ്സ്. അല്ലെ, അപ്പോൾ അവിടെ വിങ്സിന്റെ കൂടെ നമ്മൾ ടൈനി, ചെറിയ ചിറകുകളല്ലേ കുഞ്ഞിക്കുരിയുടെ, തന്നെ ചെറിയ ചിറകുകൾ ഓപ്പൺ ചെയ്ത് ആൻഡ് ഫ്ലാപ്ഡ് ദം. അല്ലെ, ചിറകുകൾ അടിച്ചു, അല്ലെ, ചിറകുകൾ വീശി അടിച്ചു, ഫ്ലാപ്ഡ് ദം. സോ ഇപ്പോൾ ഈ സ്റ്റോറി കുറച്ചുകൂടി മനോഹരമാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കൂടി ഇട്ട് കൊടുത്തു. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. യു ഹാവ് മെറ്റ് എ പോസ്റ്റ്മാൻ ആൻഡ് എ പോസ്റ്റ് മാസ്റ്റർ ഇൻ ദ സ്റ്റോറി ലെറ്റർ ടു ഗോഡ്. ഓർക്കുന്നുണ്ടോ? സോ നിങ്ങൾ ലെറ്റർ ടു ഗോഡിൽ ഒരു ഫാർമറിനെ കണ്ടു, ഒരു പോസ്റ്റ്മാനെ കണ്ടു, അതുപോലെ തന്നെ ഒരു പോസ്റ്റ് മാസ്റ്ററിനെ കണ്ടു. Isn't it? Read the following song and find out what the people of the town do. People in my town. അതായത് താഴെ കൊടുത്തിരിക്കുന്നത് ഓരോ ടൗണിലെ ഓരോരുത്തരും ഓരോ ജോലികൾ, വിവിധ ഒക്കുപേഷനിൽ, ഡിഫറെന്റ് ഒക്കുപേഷനിൽ ഏർപ്പെടുന്നതിന്റെ ഒരു വരികളാണ്, കുറച്ച് ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പീപ്പിൾ ഇൻ മൈ ടൗൺ. നമുക്ക് നോക്കാം എന്തൊക്കെ ഒക്കുപേഷൻസ് ആണ് ഈ ലൈൻസിൽ പറയുന്നതെന്ന്. I see a firefighter fighting fires. ഫയർ ഫൈറ്റർ എന്ന് പറയുന്ന ഒരു ഒക്കുപേഷൻ അല്ല. ഫയർ ഫൈറ്ററിന്റെ ജോലി എന്താണ്? ഫൈറ്റിംഗ് ഫയേഴ്സ്, അല്ലെ, തീ അണയ്ക്കുക എന്നുള്ളതാണ്. സോ ഒരു ടൗണിൽ ഞാൻ ആരെ കണ്ടു? ഒരു ഫയർ ഫൈറ്ററിനെ കണ്ടു, തീ അണയ്ക്കുന്ന ഒരു ഫയർ ഫൈറ്ററിനെ കണ്ടു. I see a car mechanic changing tires.
അല്ലെ. ടൗണിൽ ഒരു കാർ മെക്കാനിക്കിനെ കണ്ടു. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ചേഞ്ചിങ് ടയേഴ്സ്, അല്ലെ, കാറിന്റെ ടയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ സി എ കാർ മെക്കാനിക് ചേഞ്ചിങ് ടയേഴ്സ്, അല്ലെ. ദെൻ ഐ സി എ പൈലറ്റ് ഫ്ലൈങ് ത്രൂ ദ എയർ, അല്ലെ, ഒരു ഫ്ലൈറ്റ് പറത്തിക്കൊണ്ട് പോകുന്ന ഒരു പൈലറ്റിനെ ഞാൻ കണ്ടു. ഐ സി എ ബാർബർ കട്ടിംഗ് പീപ്പിൾസ് ഹെയർ, ആളുകളുടെ മുടി വെട്ടുന്ന ഒരു ബാർബറിനെ ഞാൻ കണ്ടു ടൗണിൽ, അല്ലെ. അപ്പൊ പല ആൾക്കാരെ നമ്മൾ ടൗണിലോട്ട് ഇറങ്ങിയ പല ജോലിക്കാരെ കാണാം, അല്ലെ. പല ഒക്കുപേഷൻസ്, ഡിഫറെന്റ് ഒക്കുപേഷൻസ് വരുന്ന പീപ്പിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദെൻ ഐ സീ ദ പീപ്പിൾ ഇൻ മൈ ടൗൺ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞാൻ ടൗണിൽ കണ്ടു. ആൻഡ് സേ, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഹേ ബ്രദർ വാട്ട്സ് ഗോയിങ് ഓൺ, എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കത്തില്ലേ. സോ അങ്ങനെ ഞാൻ ചോദിച്ചു. ഐ സി എ പോസ്റ്റ്മാൻ വിത്ത് മെയിൽ, അല്ലെ, പോസ്റ്റ്മാൻ ഇങ്ങനെ കത്തുകളൊക്കെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഐ സി എ പോസ്റ്റ്മാൻ വിത്ത് മെയിൽ. ആൻഡ് ദെൻ ഐ സി എ പോലീസ്മാൻ പുട്ടിങ് ഫോക്ക് ഇൻ ജയിൽ. പോലീസ്മാന്റെ ജോലി എന്താണ്? എല്ലാവരും പിടിച്ചോണ്ട് ജയിലിൽ ഇടുക എന്നുള്ളതാണോ? അല്ല. അതായത് നമുക്ക് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു പോലീസ്മാനെ, അല്ലെ, ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു പോലീസ്മാനെ ഞാൻ കണ്ടു. ഐ സി എ ലൈഫ് ഗാർഡ് അറ്റ് ദ സ്വിമ്മിംഗ് പൂൾ, അല്ലെ. സ്വിമ്മിംഗ് പൂളിൽ ആരുണ്ട്? സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ലൈഫ് ഗാർഡ് ഉണ്ടാവും അവിടെ. അതായത് ആർക്കെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ, നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴുകയോ അല്ലെങ്കിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ലൈഫ് ഗാർഡ്സ് ഉണ്ടാവും. സോ ഐ സി എ ലൈഫ് ഗാർഡ് അറ്റ് ദ സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ലൈഫ് ഗാർഡിനെ കണ്ടു. ഐ സി ദ ടീച്ചേഴ്സ് അറ്റ് ദ ലോക്കൽ സ്കൂൾസ്, അല്ലെ, ആ പ്രദേശത്തെ സ്കൂളുകളിൽ ഞാൻ ടീച്ചേഴ്സിനെ, അധ്യാപകരെ കണ്ടു. ഐ സി ദ പീപ്പിൾ ഇൻ മൈ ടൗൺ ആൻഡ് ഐ സി ഹേ ബ്രദർ വാട്ട്സ് ഗോയിങ് ഓൺ. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഹേ ബ്രദർ വാട്ട്സ് ഗോയിങ് ഓൺ, എല്ലാവരോടും ചോദിക്കുകയാണ്. ഡോക്ടേഴ്സ്, പിന്നെ ആരൊക്കെയാണ് കണ്ടത്? ഡോക്ടേഴ്സ്, നഴ്സസ്, അസ്ട്രോണറ്റ്സ്. അസ്ട്രോണറ്റ്സ് ആരാണ്? ബഹിരാകാശ യാത്രികരെയാണ് അസ്ട്രോണറ്റ്സ് എന്ന് പറയുന്നത്. ജഡ്ജസ്, പിന്നെ ജഡ്ജസിനെ കണ്ടു. ജഡ്ജസ് അറിയാമല്ലോ, കോടതിയിലെ ജഡ്ജസ്. ആൻഡ് ലോയേഴ്സ്, വക്കീലന്മാര് ഇൻ ദ കോർട്ട്, കോടതികളിലെ വക്കീലന്മാര്. ആൻഡ് ദെൻ ഐ സി ആൻ ആക്ടർ ആക്ടിങ് ഓൺ ദ സ്റ്റേജ്. പിന്നെ ഞാൻ ആരെയും കണ്ടത്? സ്റ്റേജിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആക്ടറെ, ഒരു നടനെ ഞാൻ കണ്ടു, അഭിനേതാവിനെ ഞാൻ കണ്ടു. ഐ സി എ റൈറ്റർ റൈറ്റിംഗ് ഓൺ എ പേജ്, അല്ലെ, ഒരു എഴുത്തുകാരൻ, അല്ലെ, കവിതയോ അല്ലെന്നുണ്ടെങ്കിൽ നോവലുകളോ മറ്റ് അങ്ങനെയുള്ള എല്ലാ എഴുത്തുകാരൻ, റൈറ്റർ, അല്ലെ. ഐ സി എ റൈറ്റർ റൈറ്റിംഗ് ഓൺ എ പേജ്. ഐ സി എ ഷെഫ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഷെഫ് ഉണ്ടല്ലോ, കുക്ക്, അല്ലെ, ആഹാരം പാചകം ചെയ്യുന്നത്. അപ്പൊ അവരെയാണ് ഷെഫ് എന്ന് പറയുന്നത്. ഐ സി എ ഷെഫ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറന്റ്. ആൻഡ് എ വെയിറ്റർ ആസ്കിങ് വാട്ട് യു വാണ്ട്. കണ്ടിട്ടില്ലേ, റെസ്റ്റോറന്റിലൊക്കെ നമ്മൾ ചെന്നാൽ വെയിറ്റർ ഉണ്ടാവും, എന്താ നിങ്ങൾക്ക് വേണ്ടിയത് എന്ന് ചോദിക്കാൻ വേണ്ടി, അല്ലെ, വെയിറ്റർ ഉണ്ടാവും. സോ ആൻഡ് എ വെയിറ്റർ ആസ്കിങ് വാട്ട് യു വാണ്ട്. ഐ സി ദ പീപ്പിൾ ഇൻ മൈ ടൗൺ ആൻഡ് ഐ സേ ഹേ. അവരോടെല്ലാം ഞാൻ എന്ത് പറഞ്ഞു? ഹേ ബ്രദർ വാട്ട്സ് ഗോയിങ് ഓൺ, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഡോക്ടേഴ്സ്, നഴ്സസ്, അസ്ട്രോണറ്റ്സ്, ജഡ്ജസ്, ലോയേഴ്സ് ഇൻ ദ കോർട്സ്. ഐ സി ദ പീപ്പിൾ ഇൻ മൈ ടൗൺ ആൻഡ് ഐ സേ, വീണ്ടും പറയാണ്, ഹേ ബ്രദർ വാട്ട്സ് ഗോയിങ് ഓൺ. ഐ സേ ഹേ ബ്രദർ വാട്ട്സ് ഗോയിങ് ഓൺ, അല്ലെ. സോ ഈ ലൈൻസിൽ കൊടുത്തിരിക്കുന്ന ഒരുപാട് ഡിഫറെന്റ് ഒക്കുപേഷൻസ് നമുക്ക് ഈ ലൈൻസിൽ കാണാം. അതാണ് നമ്മളുടെ ജോലി. അതാണ് എന്താണെന്ന് നോക്കാം. വാട്ട് ഡിഫറെന്റ് ഒക്കുപേഷൻസ് ആർ മെൻഷൻഡ് ഇൻ ദ സോങ്, മേക്ക് എ ലിസ്റ്റ് ഓഫ് ദം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇതാണ്, ഈ സോങ്ങിലുള്ള അല്ലെങ്കിൽ ഈ ലൈൻസിലുള്ള ഒക്കുപേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് എടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. വളരെ ഈസിയാണ്, അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഡിഫറെന്റ് ഒക്കുപേഷൻസ് മെൻഷൻഡ് ഹിയർ. സോ ഫസ്റ്റ് വൺ, ഫയർ ഫൈറ്റർ. ഫസ്റ്റ് വൺ യു ക്യാൻ റൈറ്റ് ഫയർ ഫൈറ്റർ. ഫയർ ഫൈറ്ററുടെ ജോലി എന്താണ്? തീ അണയ്ക്കുക എന്നുള്ളതാണ് ഫയർ ഫൈറ്ററുടെ ജോലി. ആൻഡ് സെക്കൻഡ് വൺ, മെക്കാനിക്. സെക്കൻഡ് വൺ എന്താണ്? മെക്കാനിക്, അല്ലെ. കാറ് അങ്ങനെയുള്ള വാഹനങ്ങൾ നന്നാക്കുക, അതിന്റെ ടയേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ ജോലി, മെക്കാനിക്കിന്റെ ജോലി. സോ സെക്കൻഡ് വൺ ഈസ് മെക്കാനിക്. ആൻഡ് ദെൻ പിന്നെ ആരെയാണ് കണ്ടത്? പൈലറ്റ് ആണ്, അല്ലെ. അടുത്തതാണ് പൈലറ്റ്, അതായത് ഫ്ലൈറ്റ് പറത്തുന്ന ആള്, അല്ലെ, പൈലറ്റ്. ആൻഡ് ദെൻ ബാർബർ, അതായത് നമ്മുടെയൊക്കെ ഹെയർ കട്ട് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ബാർബർ എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ബാർബർ. പോസ്റ്റ്മാൻ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ്മാൻ, അല്ലെ. പോസ്റ്റ്മാനെ കണ്ടു. ആൻഡ് ദെൻ പോലീസ്മാൻ, അടുത്തത് പോലീസ്മാൻ. ആൻഡ് ദെൻ ലൈഫ് ഗാർഡ്, നെക്സ്റ്റ് വൺ ഈസ് ലൈഫ് ഗാർഡ്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, അസ്ട്രോണറ്റ്സ്, ജഡ്ജസ്, lawyers, actor, writer, chef and waiter. So these are the different occupations. അല്ലെ, ഇതാണ് നമ്മൾ ഈ ലൈൻസിൽ മെൻഷൻ ചെയ്ത different occupations. Did you understand? So we can go to the next activity.
ആക്ടിവിറ്റി 4 ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി ഈസി. ലുക്ക് അറ്റ് ദ ഫോളോവിംഗ് പിക്ചേഴ്സ്. Identify the occupations and write the names of the occupations in the boxes given below each picture. അതായത് ഇവിടെ ഈ ബോക്സിനകത്ത് കുറെ ഒക്കുപേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പിക്ചേഴ്സിൽ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ഒക്കുപേഷൻ ആണെന്നുള്ളത്. ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒക്കുപേഷൻ എടുത്ത് അതാത് ചിത്രത്തിന്റെ താഴെ ഈ ബോക്സിൽ എഴുതണം. സോ ഫസ്റ്റ് വൺ ലോയർ. ഫസ്റ്റ് വൺ ലോയർ ആണ് അല്ലെ, വക്കീലാണ്. കണ്ടിട്ടില്ലേ കോടതികളിലൊക്കെ? യെസ്, ലോയർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡോക്ടർ. നെക്സ്റ്റ് വൺ ഈസ് ഡോക്ടർ. ആൻഡ് നെക്സ്റ്റ് വൺ റൈറ്റർ, എഴുത്തുകാരൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഫയർ ഫൈറ്റർ, തീ അണയ്ക്കുന്ന ആള് അല്ലെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ടീച്ചർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് ആണ് കണ്ടോ ചിത്രമൊക്കെ വരയ്ക്കുന്നത്, ആർട്ടിസ്റ്റ്. അടുത്തത് ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റ് ആണ് അടുത്തത്. ആൻഡ് ദെൻ ഹെയർ ഡ്രസ്സർ. ഇനി നമുക്ക് ഹെയർ ഡ്രസ്സർ എന്ന് ഉപയോഗിക്കാം. ഹെയർ ഡ്രസ്സർ അല്ലെങ്കിൽ ബാർബർ എന്നും പറയാം. ഹെയർ ഡ്രസ്സ് എന്ന് ഇവിടെ എഴുതിയാൽ മതി. ഹെയർ ഡ്രസ്സർ. അസ്ട്രോണറ്റ് അല്ലെ, ബഹിരാകാശ യാത്രികനാണ്. കാണുമ്പോൾ അറിയാലോ, ബഹിരാകാശ യാത്രിയാണ് അസ്ട്രോണറ്റ്. ആൻഡ് ദെൻ പോലീസ് വുമൺ. പോലീസ് വുമൺ ആണ് ഇത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ലൈഫ് ഗാർഡ്. കണ്ടല്ലേ, ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്, ലൈഫ് ഗാർഡ്. സോ ലൈഫ് ഗാർഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇതാരാണ്? ഹു ഇസ് ദിസ്? പോസ്റ്റ്മാൻ. ആൻഡ് ഹു ഇസ് ദിസ്? ഇതാരാണ്? കാർപ്പൻറ്റർ. ആൻഡ് ദെൻ വെയിറ്റർ. സോ ദിസ് ഈസ് വെയിറ്റർ. ആൻഡ് ദിസ് വൺ ഈസ് കുക്ക് ചെയ്യുന്ന ആളിനെ നമ്മൾ പഠിച്ചാണല്ലോ, ഏതാണ്? ഷെഫ്. ആൻഡ് ദെൻ പൈലറ്റ്. ദിസ് വൺ ഈസ് പൈലറ്റ്. ആക്ടർ. ദിസ് ഈസ് ആക്ടർ. ആൻഡ് ഹു ഇസ് ദിസ്? മെക്കാനിക്. ദിസ് വൺ ഈസ് മെക്കാനിക്. ആൻഡ് ഹു ഇസ് ദിസ്? മ്യൂസിഷ്യൻ. ഇതാരാണ്? മ്യൂസിഷ്യൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് നേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഒക്കുപേഷൻസ്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഒക്കുപേഷൻസ് ആണ്. സോ ഇതിൻ്റെ എല്ലാം സ്പെല്ലിങ്ങുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീടുള്ള തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. സോ അടുത്ത ആക്ടിവിറ്റി 5 ആണ്. ഇറ്റ്സ് വെരി ഈസി. വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ദാറ്റ്. വി നീഡ് ഹെൽപ്പ് ഫ്രം അതർ പീപ്പിൾ ഓൺ ഡിഫറെന്റ് ഒക്കേഷൻസ്. പല അവസരങ്ങളിലും നമുക്ക് ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് ദിവസവും നമുക്ക് വേണ്ടി വരാറുണ്ട് അല്ലെ. പല അവസരങ്ങളിൽ ഡിഫറെന്റ് ഒക്കേഷൻസ് നമുക്ക് പല ആളുകളുടെയും സഹായം ആവശ്യമായി വരാറുണ്ട്. ഹു വിൽ യു അപ്രോച്ച് ഓൺ ദ ഫോളോവിംഗ് ഒക്കേഷൻസ്. ഇവിടെ അങ്ങനെ കുറച്ച് ഒക്കേഷൻസ് ആണ്, കുറച്ച് സിറ്റുവേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒക്കേഷൻസിൽ നിങ്ങൾ ആരെ അപ്രോച്ച് ചെയ്യും, നിങ്ങൾ ആരുടെ സഹായം തേടും ഈ അവസരങ്ങളിൽ, അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. സോ ഫസ്റ്റ് വൺ, യു വാണ്ട് ടു മേക്ക് എ ടേബിൾ. നിങ്ങൾക്കൊരു ടേബിൾ പണിയണം എന്ന് വെക്കുക. നിങ്ങൾ ആരുടെ സഹായം, ആരെയാണ് വിളിക്കുന്നത്? യെസ്, യു ആർ റൈറ്റ്, കാർപ്പൻറ്റർ. ആരെ വിളിക്കും? കാർപ്പൻറ്ററുടെ ഹെൽപ്പാണ് നമുക്ക് ആവശ്യം ആ സമയത്ത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, യു വാണ്ട് ടു ഗെറ്റ് യുവർ ഹെയർ കട്ട്. നിങ്ങളുടെ മുടി കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സ് ചെയ്യണം എന്നുള്ള. ഒപ്പം നിങ്ങൾ ആരെ വിളിക്കും? ബാർബർ ഓർ ഹെയർ ഡ്രസ്സർ. നിങ്ങൾ ഒന്നിൽ ബാർബറിനെ അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സർ എന്ന് പറയാം. ബാർബർ ഓർ ഹെയർ ഡ്രസ്സർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, യു വാണ്ട് ടു പെയിന്റ് യുവർ ഹൗസ്. നിങ്ങളുടെ ഹൗസ് പെയിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആരെ വിളിക്കും? യെസ്, പെയിന്റർ. വെൻ യു ആർ ഇൽ, നിങ്ങൾക്ക് അസുഖമാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു രോഗം വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആരെ വിളിക്കും? ഡോക്ടർ. അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകും. സോ ഡോക്ടർ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, വെൻ എ തീഫ് ബ്രേക്സ് ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി എന്ന് വിചാരിക്കുക. സോ നിങ്ങൾ ആരുടെ സഹായം തേടും? പോലീസ്മാൻ. ആരെയാണ് വിളിക്കുന്നത്? പോലീസ്മാൻ. വെൻ എ ഫയർ ബ്രേക്സ് ഔട്ട്, ഒരു തീപിടുത്തം ഉണ്ടായി. ആരെ വിളിക്കും? ഒരു തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? ഫയർ ഫൈറ്റർ. ആരെയാണ്? ഫയർ ഫൈറ്റർ. ആൻഡ് ദെൻ വെൻ യുവർ ബൈസൈക്കിൾ നീഡ്സ് റിപ്പയർ. നിങ്ങൾ ബൈസൈക്കിളിന് ഒരു റിപ്പയർ ആവശ്യമാണ്, ഒരു മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ആരെ വിളിക്കും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്? മെക്കാനിക്. സോ ദാറ്റ് ഈസ് മെക്കാനിക്. ലാസ്റ്റ് വൺ, യു വാണ്ട് ടു ചേഞ്ച് എ വാട്ടർ ടാപ്പ്. നിങ്ങൾക്കൊരു വാട്ടർ ടാപ്പ് നിങ്ങളുടെ വീട്ടിൽ പൊട്ടിപ്പോയി. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം. ലീക്കാണ്, വാട്ടർ ലീക്കേജ് ഉണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. നിങ്ങൾ ആരെ വിളിക്കും? പ്ലംബറെ വിളിക്കും. സോ ദാറ്റ് ഈസ് plumber. So these are the different occasions and different people who are helping you. Okay, so we can go to the next activity. The postmaster in the story said, ആ സ്റ്റോറിയിലെ ലെഞ്ചോയുടെ സ്റ്റോറിയിലെ പോസ്റ്റ് മാസ്റ്റർ എന്തായിരുന്നു പറഞ്ഞത്? The postmaster in the story said, I wish I had faith of the man who wrote this letter. ഈ ലെറ്റർ എഴുതിയ ആളിന്റെ കൂട്ട് ദൈവവിശ്വാസം അല്ലെ, അങ്ങനെയുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ. I wish I had faith of the man who wrote this letter എന്ന് പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോയുടെ കത്ത് കിട്ടിയപ്പോൾ പറഞ്ഞിരുന്നു. The postmaster expressed his strong wish here. തൻ്റെ ഒരു ശക്തമായ ഒരു ആഗ്രഹമാണ് പോസ്റ്റ് മാസ്റ്റർ ഇവിടെ എക്സ്പ്രസ് ചെയ്തത്.
Now look at the following. Suja has to do a project on the topic rivers of India. സുജയ്ക്ക് ഒരു പ്രൊജക്ട് കിട്ടി, സ്കൂളിൽ നിന്ന് ഒരു പ്രൊജക്ട് കിട്ടി. എന്തായിരുന്നു ടോപ്പിക്? റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നദികളെ കുറിച്ചുള്ള ഒരു പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ഷീ കാൻ ഫൈൻഡ് എനി ബുക്സ് ടു റെഫർ ടു ഡു. പക്ഷേ സുജയുടെ കയ്യിൽ ബുക്സുകളൊന്നുമില്ല, നോക്കി എഴുതാൻ വേണ്ടി, റെഫർ ചെയ്യാൻ വേണ്ടി ഒരു ബുക്സുമില്ല. കാരണം എന്താണ്? ദർ ഈസ് നോ ലൈബ്രറി നിയർ ഹർ ഹൗസ്. കാരണം അവളുടെ വീടിന്റെ അടുത്ത് ലൈബ്രറി ഒന്നും ഇല്ല. ലുക്ക് അറ്റ് ഹൗ ഷീ എക്സ്പ്രസ് ഹർ വിഷ്. അപ്പം എങ്ങനെയൊക്കെയാണ് സുജ ഇവിടെ തന്റെ കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഇവിടെ പോസ്റ്റ് മാസ്റ്റർ ഐ വിഷ് ഐ ഹാഡ് ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹൂ റോൾ ദിസ് ലെറ്റർ എന്ന് എഴുതിയതുപോലെ, എന്ന് എക്സ്പ്രസ് ചെയ്തതുപോലെ സുജ എങ്ങനെയാണ് അവളുടെ ആഗ്രഹങ്ങൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്? നമ്മൾ ഐ വിഷ് ചേർത്തിട്ടുള്ള സെന്റൻസുകൾ എഴുതാനാണ് ഈ ആക്ടിവിറ്റി. സുജയുടെ ആഗ്രഹം എന്താണ്? ഒരു ലൈബ്രറി ആണ് സുജയുടെ ആഗ്രഹം. സോ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഐ വിഷ് ഐ ഹാഡ് എ ലൈബ്രറി ഹിയർ. എനിക്കിവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ, എനിക്ക് പുസ്തകങ്ങൾ എടുക്കാമായിരുന്നു, അവിടെ എനിക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. ഐ വിഷ് ഐ ഹാഡ് എ ലൈബ്രറി ഹിയർ. ഓക്കെ. And the next one, Tom always thinks of buying a bicycle. ടോം എപ്പോഴും ചിന്തിക്കുമായിരുന്നു ഒരു ബൈസൈക്കിൾ വാങ്ങണം എന്ന്. ടോം എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ബട്ട് ഹിസ് ഫാദർ സേസ് ഹി വിൽ ബൈ എ ബൈസൈക്കിൾ ഫോർ ഹിം ഓൺലി ആഫ്റ്റർ 2 years. പക്ഷെ ഫാദർ പറയും 2 വർഷം കഴിഞ്ഞിട്ട് ബൈസൈക്കിൾ വാങ്ങുന്നു എന്നുള്ളതായിരുന്നു അച്ഛന്റെ അഭിപ്രായം. ഹി ഫെൽറ്റ് വെരി ഡിസപ്പോയിന്റഡ്. ടോമിന് വളരെ വിഷമം തോന്നി, നിരാശ തോന്നി. അപ്പൊ ടോമിന്റെ ഒരു എക്സ്പ്രഷൻ ആണ്, കണ്ടോ, അവനിവിടെ വണ്ടിക്ക് ഉരുട്ടിക്കൊണ്ട് ടയറൊക്കെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത് കണ്ടോ. അപ്പം ടോമിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ഐ വിഷ് ഐ ഹാഡ് എ ബൈസൈക്കിൾ. എനിക്കൊരു ബൈസൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കയറി ഓടിച്ചു പോകാമായിരുന്നു, അല്ലെ. അപ്പൊ എന്നുള്ളൊരു എക്സ്പ്രഷൻ, ഐ വിഷ് ചേർത്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഐ വിഷ് ഐ ഹാഡ് എ ബൈസൈക്കിൾ. ഓക്കെ. ആൻഡ് ദെൻ ഹിയർ സുജ ആൻഡ് ടോം എക്സ്പ്രസ് ദെയർ ഫീലിംഗ്സ് യൂസിങ് ഐ വിഷ്. ഇവിടെ സുജയും ടോമും അവരുടെ ഫീലിംഗ്സ്, അല്ലെ, അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്തത് എങ്ങനെയാണ്? ഐ വിഷ് ഐ ഹാഡ്, അല്ലെ, ഐ വിഷിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുക. കംപ്ലീറ്റ് ദ സെന്റൻസ് ബിഗിനിങ് വിത്ത് ഐ വിഷ്. ഐ വിഷ് ചേർത്തിട്ടുള്ള ഈ സെന്റൻസുകൾ കംപ്ലീറ്റ് അല്ല, അപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നോക്കൂ, ആദ്യം നമ്മളൊരു ലോറി ഡ്രൈവറാണ് ഇപ്പൊ പറയുന്നത്. അദ്ദേഹം ലോറി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. സോ അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുത്തു നോക്കിയാലോ. ഐ വിഷ് ഐ ഹാഡ് എ ന്യൂ ലോറി. ഇത് ഒരു പക്ഷേ കണ്ടിട്ട് ഒരു പഴയ ലോറിയാണ്, അദ്ദേഹത്തിന് വിഷമമുണ്ട്, ഒരു പുതിയ ലോറി വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഐ വിഷ് ഐ ഹാഡ് എ ന്യൂ ലോറി, isn't it? And then so a girl is looking here. So ഇവിടെ ഒരു പെൺകുട്ടി. സോ ആ പെൺകുട്ടിയുടെ ആഗ്രഹം എന്താണ്? പുഴയ്ക്ക് ഇപ്പുറം നിൽക്കുകയാണ്, ഒരു നദിയുണ്ട്, അല്ലെ, ഒരു നദി ഇങ്ങനെ ഫ്രണ്ടിൽ കൂടി ഒഴുകുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ആ കുട്ടിയുടെ ചിന്ത? നദിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും? നമുക്ക് കൊടുക്കാം ഐ വിഷ് ഐ ഹാഡ് എ ബോട്ട്. എനിക്കൊരു ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നദിയിൽ കൂടി പോകാമായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടല്ലോ, അല്ലെ. അപ്പൊ പല രീതിയിൽ നമുക്കിത് എഴുതാം. ഐ വിഷ് ചേർത്ത് എഴുതണമെന്നേ ഉള്ളൂ. ഇവിടെ ഞാനിപ്പം നിങ്ങൾക്ക് തരുന്നത് എക്സാമ്പിൾ ആയിട്ട് തരുന്നത് ഐ വിഷ് ഐ ഹാഡ് എ ബോട്ട് എന്നുള്ളതാണ്. എനിക്കൊരു ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ പുഴയിലൂടെ ഓടിച്ചു പോകാമായിരുന്നു, അല്ലെ. ഓക്കെ. അടുത്ത ഇവിടെ ഒരു കുട്ടി ഒരു മാംഗോ ട്രീയിലെ മാംഗോ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലെ, എന്തായിരിക്കും അവന്റെ ഒരു എക്സ്പ്രഷൻ? സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഐ വിഷ് ഐ ഹാഡ് എ ലാഡർ. എനിക്കൊരു ലാഡർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് കയറി ഈ മാങ്ങ പറിച്ച് കഴിക്കാമായിരുന്നു, അല്ലെ. അപ്പോൾ സോ ഐ വിഷ് ഐ ഹാഡ് എ ലാഡർ. ലാഡർ എന്ന് വെച്ചാൽ ഏണി. ഓക്കെ. ആൻഡ് ദെൻ ഇവിടെ ഒരു പെൺകുട്ടി ഇങ്ങനെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ സോ ഈ പെൺകുട്ടിയുടെ വാട്ട് ഡിഡ് ഷീ തിങ്ക്, എന്തായിരിക്കും അവളുടെ ആ ഒരു ചിന്ത എന്തായിരിക്കും? ഐ വിഷ് ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഐ വിഷ് ഐ ഹാഡ് എ ന്യൂ ബൈസൈക്കിൾ. അപ്പോൾ ഇത് കുറച്ച് പഴയ ബൈസൈക്കിൾ ആണ്, ഇറ്റ്സ് വെരി ഓൾഡ് എന്ന് ആ കുട്ടി ചിന്തിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് തോന്നുകയാണ് ഐ വിഷ് ഐ ഹാഡ് എ ന്യൂ ബൈസൈക്കിൾ. എനിക്കൊരു പുതിയ ബൈസൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെ. അപ്പം അത് ആണ് പെൺകുട്ടിയുടെ ഒരു എക്സ്പ്രഷൻ, ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. ഐ വിഷ് ഐ ഹാഡ് എ ന്യൂ ബൈസൈക്കിൾ. സോ ദീസ് ആർ ദ സെന്റൻസ് യൂസിങ് ഐ വിഷ് ഐ ഹാഡ്. ഐ വിഷ് ചേർത്തിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ പഠിച്ചത്. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഇത്ര ആക്ടിവിറ്റീസ് പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള തുടർന്നുള്ള ആക്ടിവിറ്റീസ് പഠിക്കാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു ക്ലാസ്സിലായാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ആക്ടിവിറ്റീസ്, ഇന്ന് പഠിച്ച ആക്ടിവിറ്റീസ് എല്ലാം
എല്ലാവരും നന്നായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് എഴുതി നന്നായിട്ട് തന്നെ പഠിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കമൻസ് വിത്ത് മീ. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ആക്ടിവിറ്റീസ് ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഫോക്കസ് ഫാമിലി യൂട്യൂബ് ചാനലിൽ ഇന്ന് മുതൽ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഈസി ആയിട്ട് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു, അതിന് ഫോക്കസ് ഫാമിലി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ വരും. ആ ചാനലിൽ അതായത് വീഡിയോസിൻ്റെ തൊട്ടടുത്തായിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ പ്ലേലിസ്റ്റ് കയറി താപ്പോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 5ാം ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് ഇന്ന് വരെ ഞാനെടുത്ത കംപ്ലീറ്റ് ക്ലാസ് നിങ്ങൾക്ക് അതിലുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് മിസ്സായ ക്ലാസ്സുകൾ എടുത്ത് വീണ്ടും കാണുകയോ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറി വീണ്ടും ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ വിൽ ടെൽ യു ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോക്കസ് ഫാമിലി. വി ക്യാൻ മേറ്റ് ദ നെക്സ്റ്റ് ക്ലാസ് അഗെയിൻ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.